ഹായ് ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നല്ലൊരു അടിപൊളി ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സൂതമീനാണ് ഇത്, ട്യൂന ഫിഷ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഉമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന കറിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. നമ്മളെ വീട്ടിലേക്ക് പോയ വേഗം കിച്ചണിലേക്ക് ഓടുക. നമ്മളെ ഉമ്മ ഉണ്ടാക്കിയ ചോറും കറിയും കഴിക്കാനല്ലേ, അതെല്ലാവരും അങ്ങനെ തന്നെ ആവില്ല. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ വേഗം വീട്ടിൽ ചെന്നാൽ ചോറും കറിയും ഒക്കെ തുറന്നു നോക്കി ചോറ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോയാൽ. അപ്പോൾ അതിനിത് നമ്മൾ ഒരു സൂതമീനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളെ മീൻകാർ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പനഞ്ഞിലും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ, തലയൊക്കെ ഉണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മൺചട്ടിയാണ് ഞാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 സവാള ഞാൻ ചെറുതാക്കി ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാള നല്ല ഒന്ന് വഴന്ന് കിട്ടട്ടെ, അത് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക സവാള. പിന്നെ ഒരു 2 തക്കാളി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നല്ല സവാള ഒന്ന് നല്ല വഴന്നതിന് ശേഷം നമ്മൾക്ക് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ സവാള നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ ഫ്രണ്ട്സുകളോട് എല്ലാവരോടും പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്കൊന്ന് ലൈക്കും കൂടി കൊടുക്കാൻ മറക്കരുതേ. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം. വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിത് തക്കാളി നല്ല ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തക്കാളി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇനി ബാക്കി ചേരുവകൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഞാനൊന്ന് നടു കീറിയിട്ട് അങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒന്ന് ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് പോവോളം നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകൊക്കെ നല്ല ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയൊക്കെ കൂടി. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ബാക്കി ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 സ്പൂണ് മുളക് പൊടി കൂടിയാണ്. ഓരോരുത്തർക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 2.5 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ആ മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെ ഒക്കെ ആ പച്ച സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടോളം നമ്മളിതൊന്ന് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കണേ. ഫ്ലെയിം ഹൈയിലാക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കരുത്, കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മളിതാ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും വാളൻ പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലൊന്ന് പിഴിഞ്ഞ് ജ്യൂസാക്കി വെച്ചിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ കറിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓരോരുത്തർക്കും എത്ര കറി വേണം, കുറേ വേണോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ച് മതിയെങ്കിൽ ഇങ്ങനെ തന്നെ മതി. ഒരുപാട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമ്മൾ പുളി ഒഴിച്ച ഇതുണ്ടല്ലോ, ആ ഒരു വെള്ളം നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മളെ മീനുണ്ടല്ലോ, സൂതമീൻ, ആ മീൻ ഓരോ കഷ്ണമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഓരോ പീസ് മീനും സൂതമീൻ, ഇത് ഏതൊരു മീൻ വെച്ചിട്ടും അയല, മത്തി, സ്രാവ്, അങ്ങനെ എല്ലാ മീൻ വെച്ചിട്ടും ഈ ഒരു കറി നമ്മൾക്ക് ഉണ്ടാക്കട്ടെ. ഈ സൂതമീൻ മാത്രമല്ല, എല്ലാ മീൻ വെച്ചിട്ട് നമ്മൾക്ക്
ഈ കറി നമ്മൾക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതാ ഈ ഒരു മീൻ കുറച്ച് നല്ല വേവുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഈ മീൻ നമ്മൾക്ക് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് മിനിമം നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ നോക്കണം. അപ്പോഴേക്കേ ഈ മീൻ കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ മീനൊക്കെ ഇട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നമ്മളൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. മീനൊക്കെ അവിടെ ഇതാ ഒരുവിധം കറിയൊക്കെ മീനൊക്കെ നല്ല കുക്കായി നല്ല കറിയൊക്കെ നല്ല അടിപൊളിയായി ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാന് ചൂടാക്കി അതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടെടുത്തൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളി ഒന്ന് ഒരുവിധം ഒന്ന് ഒരു ബ്രൗൺ കളറായതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായതിന് ശേഷം ഒരു 1/4 സ്പൂണ് ഉലുവ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് നല്ലൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവ കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ തന്നെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3ഉം കൂടി നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ കറിയിലേക്ക് നമ്മൾക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുത്തിട്ടില്ല കേട്ടോ. ഇളക്കാതെ ഞാൻ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചിരുന്നു. ഒന്ന് ഇത് ചൂടാറിയതിന് ശേഷമാണ് പിന്നെ അത് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറി, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ കേട്ടോ. അപ്പത്തിൽക്കും ചോറിനും എല്ലാത്തിനും കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സൂതമീൻ വെച്ചിട്ടും അയല, മത്തി, സ്രാവ് എല്ലാ മീൻ വെച്ചിട്ടും ഈ ഒരു കറി നമ്മൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണും. ഇപ്പോൾ ലൈക്ക് ചെയ്യാനും മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.